ചേച്ചി നമസ്കാരം. നമസ്കാരം. തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും. വെറുതെ പറയുന്ന ആളല്ല സുരേഷ് ഏട്ടൻ. എടുക്കുമെന്ന് സംശയമുള്ളതൊക്കെ ഇപ്പൊ വന്ന് നോക്കാം, എടുത്തോ എടുത്തില്ലേന്ന്. ആവേശം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരുകാരെ കാത്തിരുന്ന, ഞങ്ങൾ ഇത്രയും കാലം പ്രയത്നിച്ച് കാത്തിരുന്ന ഇത്രയും ഭംഗിയുള്ള ഒരു റിസൾട്ട് കേരളത്തിന് കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ എത്ര സീറ്റ് ആരെടുത്താലും ഈ ജയത്തിനോളം വിലയുള്ള ഒരു ജയം കേരളത്തിൽ വേറെ ഇല്ല എന്നുള്ളതിൽ യാതൊരു സംശയം ആർക്കും ഇല്ല. അദ്ദേഹത്തിനെതിരെ നടത്തിയ ആരോപണങ്ങളൊക്കെ തകർത്ത് ജനം കളഞ്ഞു. അതാണ് പറഞ്ഞത്, ലൂർദ് പള്ളി മാതാവും വടക്കുന്നാഥനും ഒരുമിച്ചിരുന്ന് കയ്യും കോർത്ത് സുരേഷ് ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചു. അത്രേ ഉള്ളൂ, അത്രയും അറിഞ്ഞാൽ മതി. ഭൂരിപക്ഷം ഇനിയും കൂടാനേ ചാൻസ് ഉള്ളൂ. ടൗണിലോട്ട് വരട്ടെ, ഭൂരിപക്ഷം കൂടാനേ ചാൻസ് ഉള്ളൂ. ടൗണിലേക്ക് എത്തിയിട്ടില്ല, എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അറിവ്. ഈ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതീക്ഷ അത് അതിലും വലിയൊരു സന്തോഷമാണ്. കാരണം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളെ BJP കേരളത്തിന് കൊടുക്കാനാവുന്നത് ഇതൊരു രണ്ട് താമരയല്ല, ഒരു താമര കാലത്തിനുള്ള സൂചനയാണ്. ഉറപ്പാണ്, 100%. ചേട്ടാ നമസ്കാരം. പ്രതീക്ഷ ഉറപ്പായിട്ട് വിജയിക്കും. ഭൂരിപക്ഷം 50,000 മുകളിലുണ്ടായിരിക്കും. തിരുവനന്തപുരത്ത് എങ്ങനെയാ പ്രതീക്ഷ? ഒരു 10-25,000 വോട്ടിന് എന്തായാലും ജയിച്ചിരിക്കും. ഉറപ്പാണ്. ചേച്ചി നമസ്കാരം. സുരേഷ് ഏട്ടൻ സൂപ്പർ ആയിട്ട് എടുത്തു, തൃശ്ശൂർ എടുത്തു, പൊള്ളിച്ചു. ഞങ്ങൾ എടുത്തു. ഞങ്ങൾ എറണാകുളം പുറത്തേക്ക് 50,000 ലീഡ് ഇറങ്ങപ്പോ ഞങ്ങൾ പുറത്തേക്ക് ഞങ്ങൾ എടുത്തു. ജയിക്കുമെന്ന് യാതൊരു സംശയമില്ല. ഭൂരിപക്ഷം കൂടുള്ളൂ, ഭൂരിപക്ഷം ഇനിയും കൂടും. ഇത് ജനങ്ങള് അദ്ദേഹത്തിനെതിരെ നടത്തിയ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നടത്തിയ ആരോപണങ്ങളൊക്കെ തകർത്തെറിഞ്ഞു. അതെ, ആരോപണങ്ങളൊക്കെ വെറുതെ ഇപ്പൊ തെളിഞ്ഞു കഴിഞ്ഞു. അഹങ്കാരത്തിനായിട്ട് തിരിച്ചടിയല്ലേ ശരിക്കും മുരളീധരൻ അടക്കം അല്ലെങ്കിൽ സുനിൽകുമാറിന്? തീർച്ചയായിട്ടും മുരളീധരൻ ഇറക്കിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഇവിടെ ജയിക്കാൻ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തില് ഈ സുനിൽകുമാർ അടക്കമുള്ള ആളുകളെ ജനങ്ങൾ വിലയിരുത്തിയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? ആ വിലയിരുത്തലാണ് ഇപ്പൊ വോട്ടായിട്ട് ഇവിടെ കാണുന്നത്, ഇവിടെ പ്രതിഫലിക്കുന്നത്. മാഷ നമസ്കാരം. നമസ്തേ. ജയിച്ചല്ലോ. ഉജ്ജ്വല വിജയം, ചരിത്ര വിജയം, ഐതിഹാസിക വിജയം. ഇപ്പോ ഈ തിരുവനന്തപുരത്ത് എന്താ സാധ്യതകൾ എങ്ങനെയാ? തിരുവനന്തപുരത്തും വലിയ വിജയം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആധികാരികമായ വിജയം തിരുവനന്തപുരത്തും നേടാൻ സാധിക്കുമെന്നാണ്. ദേശീയ തലത്തിൽ BJPക്ക് എന്തെങ്കിലും തിരിച്ചടി? ഒരു പ്രശ്നവുമില്ല. ദേശീയ തലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദിജി വീണ്ടും അധികാരത്തിൽ വരും, ഉറപ്പാണ്. ഇപ്പൊ ചെറിയൊരു ഇടിവ് കാണിക്കുന്നുണ്ടല്ലോ. ഇല്ല, അത് സാമാന്യമായ നിലയ്ക്ക് വോട്ടെണ്ണി തുടങ്ങുമ്പോഴുള്ള ചില ട്രെൻഡ് മാത്രമാണ്. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും കൃത്യമായ ഭൂരിപക്ഷത്തോടെ ആധികാരിക വിജയത്തോടെ മോദിജി അധികാരത്തിൽ തിരിച്ചു വരും. കരുവന്നൂർ വിഷയം വലിയ രീതിയിൽ തന്നെ BJPക്ക് അനുകൂലമായി. തീർച്ചയായിട്ടും എല്ലാ അന്തരീക്ഷവും BJPക്ക് അനുകൂലമാണ്, എല്ലാ വിഷയങ്ങളും BJPക്ക് അനുകൂലമാണ്. അതിൽ യാതൊരു സംശയവുമില്ല, ഉറപ്പ്. എത്ര ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടിയുടെ വിലയിരുത്തൽ? അല്ല, ഭൂരിപക്ഷം ഇനി നമുക്ക് അധിക സമയമില്ലല്ലോ, അത് നമുക്ക് നോക്കി കണക്കാക്കാവുന്നേ ഉള്ളൂ. എന്തായാലും 350+ എന്ന നിലയിലേക്ക് തന്നെ NDA സഖ്യം വരും. BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വം കൊടുത്തത് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നായിരുന്നല്ലേ സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകന യോഗത്തിൽ കൊടുത്തത്? പക്ഷെ ജനം അതിനപ്പുറത്തേക്കുള്ള ഒരു വിജയല് നൽകി. അല്ല, മുൻകാല കണക്കൂട്ടുകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. ഇപ്പോൾ എണ്ണി തുടങ്ങി. 30,000-ലധികം ലീഡ് സുരേഷ് ഗോപി നേടിക്കഴിഞ്ഞു. അത് ഇനിയും കൂടാനാണ് സാധ്യത. തികച്ചും ആധികാരികമായ വിജയം തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ചേട്ടാ നമസ്കാരം. ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു വിജയം നൽകാനായിട്ട് സാധിച്ചത് എത്രത്തോളം സന്തോഷം? തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമല്ലേ. ഒരുപാട് വർഷത്തെ തൃശ്ശൂർ ജില്ലയുടെ BJP പ്രവർത്തകരുടെ ഒരു കാത്തിരിപ്പാണ് ഇന്ന് സഫലമാവുന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷം. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കണം പ്രതീക്ഷിക്കുന്നു? നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യോ? ഇപ്പൊ 30,000 കടന്നല്ലോ, ഭൂരിപക്ഷം ഇനിയും കൂടും. ദേശീയ തലത്തിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടോ? ഒരു തിരിച്ചടി ഉണ്ടാവില്ല. വോട്ട് എണ്ണി കഴിയുമ്പോൾ NDA കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുമായിട്ട് വീണ്ടും അധികാരത്തിൽ വരും, ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ഇതൊരു ചരിത്ര വിജയം തന്നെ ആയി മാറില്ല. തിരുവനന്തപുരം നമ്മൾ വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വോട്ടെണ്ണൽ മുന്നേറുന്ന സമയത്ത് മാത്രമേ കൃത്യമായിട്ടുള്ള പിക്ചർ വരുള്ളൂ. ഇപ്പൊ ചെറിയ ലീഡാണ്. ഈ പാറശാല പോലെയുള്ള മണ്ഡലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് BJPക്ക് ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ടോ? ജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തിരുവനന്തപുരം തൃശ്ശൂരും ഉറപ്പായിട്ട് ഞങ്ങൾ ജയിക്കും എന്ന് കണക്കാക്കിയിട്ടുള്ള 2 മണ്ഡലങ്ങളാണ്. അവിടെ 2 സ്ഥലത്തും ഇപ്പൊ ലീഡാണ്. 2 സ്ഥലത്തും ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.
ചേച്ചി നമസ്കാരം. എത്രത്തോളം പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷ. പ്രതീക്ഷ ഇനി എന്താ, ജയിച്ചു എടുക്കുക. ആരാണ്ടൊക്കെ പറയണ്ടായിരുന്നു ബാങ്കിൽ മാത്രം അക്കൗണ്ട് എടുക്കാൻ പറ്റുള്ളൂ. അയാളെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഞങ്ങൾ ഇവിടെ അക്കൗണ്ട് തുറന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം. തൃശ്ശൂരിൽ BJP-യുടെ ജില്ലാ ഓഫീസിലാണ് ഈ ഒരു സമയത്തുള്ളത്. BJP-യുടെ ഒരു ചരിത്ര വിജയം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ തന്നെ BJP-ക്ക് അനുകൂലമായി മാറിയിരിക്കുകയാണ്. 32,000 വോട്ടുകൾക്ക് ഇപ്പോൾ അദ്ദേഹം ലീഡ് ചെയ്യുകയാണ്. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ BJP കേരളത്തിൽ ഒരു താമര വിരിയിക്കുന്നു എന്നുള്ളത് വലിയ പ്രതീക്ഷകൾ തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP-യെ കൊണ്ടെത്തിക്കുന്നത്. ഹലോ, ഞാനിവിടെ പറഞ്ഞോ. വേണ്ട